അതിനുശേഷം ആ ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പോകുന്നതിന് മുന്നേ ഷിയാൻ ഇവളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറുന്നു. എന്നാൽ ആ ഒരു സമയത്ത് അവിടെ വന്നിട്ടുള്ള മറ്റ് ഗസ്റ്റുകളൊക്കെ ഇത് ഷിയാന്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആയിരിക്കോ, അവനൊന്നും പറയുന്ന കേട്ടില്ലല്ലോ, മറ്റേ ആക്ട്രസ് ഇവനെ കളഞ്ഞിട്ട് പോയത് കൊണ്ടാണ് ഇവൻ മിങ്ങു വിട്ടത് എന്നാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോ അടുത്തയാള് അല്ലെങ്കിൽ തന്നെ മിങ്ങു മോശം സിറ്റുവേഷനിലായപ്പോഴാ ഇവനത് കളഞ്ഞിട്ട് പോയത്, അതുകൊണ്ട് ഇവനെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവാം, അവളെ കുറ്റം പറയാൻ പറ്റോ, അതുകൊണ്ടായിരിക്കും കളഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോ അടുത്തയാള് അല്ല ഈ പെൺകുട്ടിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയായിരിക്കോ, അറിഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നേ ആയിരിക്കില്ല, പൈസ ഉണ്ടല്ലോ എല്ലാവർക്കും അതുപോലെ, ഇവളെന്തായാലും ഷിയാനെ കണ്ടിട്ട് മാത്രമൊന്നും ആയിരിക്കില്ല, അവന്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടായിരിക്കും കൂടെ കൂടിയത് എന്ന് പറയുന്നതെല്ലാം തന്നെ ഷൂയും കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ ഇവള് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ഷിയാൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇവള് പെട്ടെന്ന് നിങ്ങൾ എപ്പോഴാ വന്നത്, ഇപ്പോഴാണോ എന്ന് ചോദിക്കുമ്പോ അവനും അതെ എന്ന് പറയുന്നു. അവര് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവൻ കേട്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്, അത് കേട്ടാല അവന് ചിലപ്പോ വിഷമായാലോ എന്ന് കരുതി. സോ ഇവരിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവള് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവര് അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾക്കൊന്നും ഇവള് മറുപടി കൊടുത്തില്ല എങ്കിലും ഇപ്പോ അതിനുള്ള മറുപടിയൊക്കെ ഇവള് ഇമാജിനേഷൻ ചെയ്ത് കൊടുക്കാണ്. ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും ഇവൾക്ക് എന്താണോ പറയാൻ അപ്പൊ അവൾ ഉദ്ദേശിച്ചത് അതെല്ലാം തന്നെ ഇപ്പൊ അവള് പറഞ്ഞു തീർക്കുന്നു. സോ ഇവളിപ്പോ നല്ല മൂഡ് ഓഫിലാണെന്ന് ഷിയാന മനസ്സിലാവുന്നുണ്ട്. കാരണം അവര് പറഞ്ഞതൊക്കെ തന്നെ ഷിയാനും കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഇവളെ അവളുടെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുമ്പോ ഇവളെ താങ്ക്സ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. അപ്പോ ഷിയാൻ പുറകിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവൾ നിൽക്കുന്നില്ല. സോ പെട്ടെന്ന് അവൻ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ തടഞ്ഞിട്ട് നീ എങ്ങോട്ടോ ഇത്ര ധൃതിപ്പെട്ട് ഓടുന്നത്, കേക്ക് ഉണ്ടാക്കാൻ ഓടുവാണോ എന്ന് ചോദിച്ചിട്ട് നിനക്ക് എന്ത് പറ്റി, എന്താ ഒരു സന്തോഷമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്നു. അപ്പോ ഷിയാൻ നീ അവര് പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല തീർച്ചയായും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുമ്പോ ഇവൻ അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളും വേണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കാറിലേക്ക് വരുന്നു. അങ്ങനെ ഷിയാനും വന്നിട്ട് അല്ല നിനക്കിപ്പോ എന്താ എന്നെ കുറിച്ച് അറിയേണ്ടത്, അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, വർക്കിനെ കുറിച്ച് പറഞ്ഞു, കമ്പനിയെ കുറിച്ച് പറഞ്ഞു, ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു, എക്സിനെ കുറിച്ച് പറഞ്ഞു, എന്താ അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് അതെല്ലാം തന്നെ ഇവൻ കേട്ടു എന്ന കാര്യം മനസ്സിലാവുന്നത്. സോ ഇവൾ അവരെന്താ നിങ്ങളുടെ ബെഡിന്റെ അടിയിലാണോ കിടക്കുന്നത് അതോ ടേബിളിനടിയിലാണോ ഇരിക്കുന്നത്, നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാലോ, ഒരാളെ കുറിച്ച് അറിയാതെ ചുമ്മാ എന്തൊക്കെയോ പറയാ, പക്ഷെ അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾ നല്ല ഹാൻസം ആണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു എന്റർപ്രണർ ആണ്, സ്മാർട്ട് ആണ് എന്നൊക്കെയാണ് എന്റെ കണ്ണിൽ തോന്നിയിട്ടുള്ളത് എന്ന് പറയുമ്പോ ഓ നിനക്കപ്പോ എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാല്ലേ എന്ന് ഷിയാൻ ചോദിക്കുന്നു. അപ്പോ ഇവള് ഇല്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ ഇവൻ ഇവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ട് വന്ന് ഇപ്പോഴും നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്ന് ഇത് പാർക്കിംഗ് ഏരിയ അല്ല, കാർ എടുത്ത് മാറ്റാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് അവനോട് ഒന്നും പറയാതെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഷിയാനും പുറത്തേക്ക് വന്നിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിൽ അവള് എവിടെയാണ്, അവളുടെ റൂം ഏത് ഫ്ലോറിലാണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഡ്രൈവർ വന്നിട്ട് അല്ല സർ മാഡത്തിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലിരിക്കുകയാണ്, തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ അതിപ്പോ കൊടുക്കണ്ട നമുക്കിപ്പോ തിരിച്ചു പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവളെ തിരിച്ച് റൂമിലെത്തുമ്പോ ഷിന്നിവൾക്ക് വീണ്ടും മെസ്സേജ് അയച്ച് നീ എന്തൊക്കെയാ പറയുന്നത്, നീ കള്ള കുടിച്ചിട്ടുണ്ടോ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ഇവള് നീ എന്തിനാ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഈ പാതിരാത്രി മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നത്, വേറെ പണിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇവള് അവന്റെ നമ്പർ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഷോയി ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ റോയെ വിളിച്ച് പറയുന്നു. അപ്പോ ഇവളും ഇതുവരെയൊക്കെ നീ എന്തായാലും കൊണ്ടെത്തിച്ചത് വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളില് പുള്ളിക്കാരൻ തന്നെ മുൻകൈ എടുക്കട്ടെ, അല്ലാണ്ട് നീ എപ്പോഴും പുറകെ നടക്കാൻ പോകണ്ട, അങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മുടെ ഫീലിങ്സിന് ഒരു വിലയും ഉണ്ടാവാൻ പോകുന്നില്ല, അത് മാത്രമല്ല നിന്നെ അയാളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനും സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ ആണുങ്ങളുടെ മനസ്സറിയാൻ സാധിക്കില്ല, സോ നീ കാണിക്കുന്നതൊക്കെ വെറും യൂസ്ലെസ് ആവും എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നതെല്ലാം തന്നെ ഗുവാനും കേൾക്കുന്നുണ്ട്. റുവോടെ മനസ്സിൽ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അവളിപ്പോ ഷെയർ ചെയ്യുന്നത്, സോ അത് അവൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് റുവോ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷിയാൻ കിസ് ചെയ്യാൻ വന്ന കാര്യമൊന്നും ഇവള് പറയുന്നില്ല. അതിനുശേഷം ഗുവാൻ ഇവളോട് ഇവളുടെ ആ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാലോ, പക്ഷേ നീ ആരെങ്കിലും ആയിട്ട് ഒരു സീരിയസ് റിലേഷനിലാവോ എന്ന് പേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് അങ്ങനെ ആരെങ്കിലും ആയി കഴിഞ്ഞാല് പിന്നീട് ഒരിക്കലും അവർക്ക് പുറത്തു കിടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ കിസ് ചെയ്യുമ്പോ പെട്ടെന്ന് ഇവളുടെ കാല് അവിടെ സോഫയിലേക്ക് വീഴുന്ന സമയത്ത് അടുത്തുള്ള ടേബിളിൽ തട്ടി മുറിയുന്നു. ഉടനെ തന്നെ ഗുവാൻ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഇവള് ഇല്ല കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവൾക്ക്
ഇവൾക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഷൂയി പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവള് കുറച്ച് ബാഡ് മൂഡിലാണ്. മാത്രമല്ല ഇവൾ എപ്പോഴും അവന്റെ പുറകെ നടക്കുന്നത് ഒരു മണ്ടത്തരമാണല്ലോ. പക്ഷെ ഇന്നത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഷിയാൻ എന്താണ് ഉദ്ദേശിച്ചത്, തന്നെ ഇഷ്ടമാണോ എന്നൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. സോ അതിനുശേഷം പിറ്റേന്ന് ഇവരുടെ ഒരു മീറ്റിംഗ് നടക്കാണ്. ഷിയാന്റെ കമ്പനി പുതിയൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു പ്ലാനിലാണ്. അതൊരു വെഹിക്കിൾ ബാറ്ററി പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഷെൻലാൻ എന്നൊരു കമ്പനി. പക്ഷെ അതൊരു ലോങ് ടേം പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് ഇവർക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് അഭിപ്രായവും വരുന്നു. ഈ രണ്ട് അങ്കിളുമാരും ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഷിയാനും അതേപോലെ തന്നെ പ്രൊഫസറും ഗുവാനും ഓക്കെ അല്ല. പ്രൊഫസറിനെ ഇനി മുതൽ നമുക്ക് യു എന്ന് തന്നെ വിളിക്കാം. അതുകൊണ്ട് തന്നെ ഷിയാൻ, നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അതിന്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുൻപോട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. എന്നാൽ ഷിയാൻ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ പല റിപ്പോർട്ടുകളും ഇവർ പഠിച്ചപ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. സോ കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ താൻ എന്തായാലും ആ ഒരു കമ്പനിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇറങ്ങി അന്വേഷിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഞാനും തയ്യാറാണ് എന്ന് യു പറയുന്നു. അപ്പോ ഇവിടെ നമ്മുടെ ഷൂയെ വീണ്ടും അവളുടെ അമ്മ വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു വീക്കെൻഡ് നീ ഫ്രീ ആണോ എന്ന് ചോദിച്ച് ഇവരുടെ ആ ഒരു കൊളീഗിന്റെ മകനുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാൻ ഷൂയി മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമ്മ വിടുന്നില്ല. ഇവള് ആവുന്ന വിധവും തനിക്ക് ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അമ്മ ഇവളോട് എങ്കിൽ പിന്നെ നിനക്ക് ഏത് തരത്തിലുള്ള പയ്യനെ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നമ്മുടെ ഷിയാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ എന്നെക്കാൾ മുതിർന്നതായിരിക്കണം, 27 വയസ്സ് കൂടുതൽ വേണം, അധികം പൊക്കം വേണ്ട, എന്നാൽ ഒരുപാട് കുറവും വേണ്ട, അത്യാവശ്യം സമ്പാദ്യമൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എങ്കിൽ പിന്നെ നീ പേടിക്കേ വേണ്ട, ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പയ്യന് ഈ സവിശേഷതകൾ എല്ലാം ഉള്ളതാണ്. ഞാൻ എന്തായാലും ആ പയ്യന്റെ നമ്പർ നിനക്ക് സെൻഡ് ചെയ്യാം, നീ മെസ്സേജ് അയച്ചു നോക്ക്, എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യ് എന്ന് പറയുമ്പോൾ ഇവളും ശരി ഞാൻ പോയി കാണാം, എനിക്ക് ഓക്കെ അല്ലെങ്കിൽ തീർച്ചയായും പിന്നെ എന്നെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അമ്മയും ഓക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് ആ ഒരു നമ്പർ സെൻഡ് ചെയ്യുന്നു. പക്ഷേ അത് മറ്റാരുടേതുമല്ല, യുവിന്റേത് തന്നെയായിരുന്നു. ഇവളുടെ അമ്മയുടെ കൊളീഗിന്റെ മകൻ യു ആണ്. അത് കണ്ട് ഇവള് ഷോക്കായി. ഇവൾക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ അമ്മയോട് ഞാൻ പുള്ളിക്കാരനെ പോയി കാണാം എന്ന് പറയുന്നു. പക്ഷെ അമ്മ വിചാരിക്കുന്നത് യു ഒരു ഹാൻസം ആയതുകൊണ്ടാണ് ഇവള് പോവാൻ തയ്യാറായത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവര് വളരെ ഹാപ്പി ആവുന്നു. അതിനുശേഷം ചീഫ് ഇവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് യോലിങ്ങിനോടും അതുപോലെ തന്നെ ഷോയിയോടും, ഇവര് രണ്ടുപേരുമാണല്ലോ ഷിയാന്റെ കമ്പനിയുടെ ആ ഒരു കോൺഫറൻസ് മീറ്റിംഗിൽ പങ്കെടുത്തത്. സോ ഇവരോട് രണ്ടുപേരോടും ഒരുമിച്ച് ആ ഒരു പ്രോജക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ രണ്ടുപേർക്കും അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ചീഫ് പറഞ്ഞതുകൊണ്ട് അവർക്ക് എതിർപ്പ് പറയാനും പറ്റുന്നില്ല. സോ എസ് പറയുന്നു. അങ്ങനെ ആ ഒരു മീറ്റിംഗിന് ശേഷം ഷൂയെ ചീഫ് വിളിപ്പിച്ചിട്ട് ഇവളുടെ വർക്കും കാര്യങ്ങളൊക്കെ അവരുടെ ടീമിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു ഡെപ്യൂട്ടി എഡിറ്ററുടെ വേക്കൻസി ഒഴിവുണ്ട്. സോ ഇവള് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്നേക്കാൾ മുകളിലോട്ട് പോവാം എന്നിവര് പറയുമ്പോൾ ഇവൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എഴുതാനും ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ തന്നെയാണ് താല്പര്യം. മാത്രമല്ല ഇവളുടെ ഡ്രീം ആയിട്ടുള്ള ആ ഒരു ഈ മാഗസിൻ പുറത്തിറക്കണം, അതിനെപ്പറ്റി എനിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം, ഈ ഒരു പ്രൊമോഷൻ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇവള് പറയുന്ന ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരുപാട് പ്രയത്നം ആവശ്യമാണ്, മനുഷ്യന്റെ ആയാലും അതുപോലെ തന്നെ ഒരുപാട് പൈസയുടെ. സോ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ല അത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കാര്യങ്ങൾ എന്തായാലും കഴിയട്ടെ, നീ അതിൽ ഫോക്കസ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഇപ്പോ യു ആ ഒരു ഡേറ്റിനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇവൻ അറിയില്ല വരാൻ പോകുന്നത് ഷൂയാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവൻ നന്നായിട്ട് ഷോക്ക് ആവുന്നു. കാരണം ഇവരുടെ രണ്ടുപേരുടെയും അമ്മമാര് കല്യാണത്തിന് നിർബന്ധിക്കുന്നതിനെ പറ്റി രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുള്ളതാണല്ലോ. സോ അത് ഷൂയി ആയിരുന്നു എന്നറിഞ്ഞ് യു ഇവളോട് അല്ല ഞാനാണെന്ന് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഈ ചാറ്റിൽ മെസ്സേജ് അയച്ചിടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് എങ്കിൽ പിന്നെ എന്റെ അമ്മ ചാറ്റ് ഹിസ്റ്ററി ഫുള്ള് ചോദിക്കും, നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് മനസ്സിലാവും, അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കാതിരുന്നത് എന്ന് പറയുന്നു. അപ്പോ ഷിയാൻ ഇവിടെ ഓഫീസിലാണുള്ളത്. അവൻ നോക്കുന്ന സമയത്ത് ഷോയി ഒരു മെസ്സേജും അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ അങ്ങോട്ടേക്ക് അല്ല നീ മറന്നു വെച്ചിട്ട് പോയ സാധനം എടുക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവളും ആ ഒരു മെസ്സേജ് കണ്ട് ഫോണിൽ ചിരിച്ചുകൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് പോവാണ്. അത് ഇവനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളോട് ലഞ്ച് ടൈം ആയില്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല തനിക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്, ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഇവന് മെസ്സേജ് അയച്ച് ഞാൻ എന്താ മറന്നു വെച്ചത്, എന്റെ ഹൃദയമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നീ അന്ന് എന്നോടൊപ്പം ഡിന്നറിന് വന്ന സമയത്ത് കുറച്ച് തിങ്സ് നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അത് എപ്പോഴാ എടുക്കാൻ വരുന്നതെന്നാ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾ ആ ഒരു കാര്യം തന്നെ ഓർക്കുന്നത്. ഇവളത് മറന്നിരിക്കായിരുന്നു. സോ ഇവള് അയ്യോ ഞാനത് മറന്നുപോയതാ, എനിക്ക് ഇപ്പൊ തീരെ സമയമില്ല, ഒന്ന് എന്റെ വീട്ടിലേക്ക് എത്തിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവളെ കാണാനുള്ള ഒരു ചാൻസ് ആണല്ലോ മിസ്സാവുന്നത്, അതുകൊണ്ട് തന്നെ ഇല്ല ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ല നിനക്കെന്താ ഇത്ര ബിസി, നീ ആ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഇതുവരെ ഇത് മറന്നില്ലേ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. സോ
ഞാൻ തന്നെ വരണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവള് റിപ്ലൈ അയക്കുന്നു. അപ്പോ ഇവൻ അറിയാം ഇവളെ വീട്ടിലോട്ട് വരും എന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഓഫീസിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങുന്നു. അപ്പോ ഇവിടെ ഷിയാന്റെ ഫാദറും ഷിയും ഡിന്നർ കഴിക്കാനായിട്ട് ഷിയാനെ വെയിറ്റ് ചെയ്തിരിക്കാണ്. അവൻ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഷിയാന്റെ ഫാദർ ഷിയുനോട് അവനെ വിളിക്കാനായിട്ട് പറയുന്നു. പക്ഷേ ഷിയാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഷൂയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഷീ വിളിക്കുന്ന സമയത്ത് ഇല്ല ഞാനിന്ന് അങ്ങോട്ട് വരില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയുമ്പോ അച്ഛൻ ഫോൺ വാങ്ങിയിട്ട് എടാ നീ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരക്കേയില്ല, ഞാൻ അറിഞ്ഞത് നീ ആ നടിയുമായിട്ട് വീണ്ടും റിലേഷനിലായി എന്നാണല്ലോ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ഇതൊക്കെ ആരാച്ചാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹം ആര് പറഞ്ഞാലും ഞാൻ കേട്ടത് ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അല്ല അച്ഛാ, അവൾക്ക് അഭിനയം വളരെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ, ഞാൻ പിന്നെ ഒരു ദിവസം എന്തായാലും അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുന്നു. കാരണം ഇവൻ ഇവിടെ കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണല്ലോ. ഇവൻ വളരെ കഷ്ടപ്പെട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കി സെർവും ചെയ്ത് ഷൂയെ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഷൂയും കറക്റ്റ് അങ്ങോട്ടേക്ക് എത്തുന്നു. സോ ഇവനും വന്ന് ഡോർ തുറന്ന് എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നു. അപ്പോ ഇവളും അവിടെ വല്ല ഡ്രസ്സൊക്കെ തപ്പുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. സോ ഇവന്റെ ആ ഒരു ടേബിളിലെ ഡിഷൊക്കെ കണ്ട് ഇത് ഒരുപാട് ഡിഷ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവളെന്താ മണ്ട കുത്തിയാണോ, ഇതൊക്കെ ഇവൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കി കൂടെ എന്ന് ചിന്തിക്കുമ്പോ ഷൂയി ഞാൻ ഇന്ന് ഉച്ച മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, ഇതെല്ലാം കൂടി നിങ്ങൾ എങ്ങനെയാ കഴിക്കുന്നത്, വേസ്റ്റ് ആവില്ലേ, ഞാനും കൂടെ കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവനും എങ്കിൽ പിന്നെ ഇത് വേസ്റ്റ് ആക്കണ്ടെങ്കിൽ വന്നിരുന്ന് കഴിക്കാനായിട്ട് പറയുന്നു. സോ ഇവളും ആ ഒരു ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവള് അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഷിയാനും ഹാപ്പി ആവുന്നു. പക്ഷെ ഇവള് ആ ഫുഡ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവനോട് ചോദിക്കുന്നത് ഇത് ഏത് റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിയത്, വളരെ നന്നായിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പോ അത് കേട്ട് ഷിയാന് നിരാശയായിട്ട് നീ അതൊരിക്കലും എന്തായാലും അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവനോട് വീണ്ടും ഇവനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോ ഇവൻ ഈ സമയത്ത് വർക്ക് സംബന്ധമായ കാര്യങ്ങളെ സംസാരിക്കണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇവളും ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവൾക്ക് ചീഫ് മെസ്സേജ് അയച്ചിട്ട് നീ ഫ്രീ ആണോ, ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഇവളും ഞാൻ ഫ്രീ അല്ല, ഞാൻ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് എല്ലാം തന്നെ അവൾക്ക് കഴിച്ചു മതിയായില്ല എങ്കിലും അവളത് എല്ലാം കഴിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ട് എന്തൊക്കെയോ എടുത്ത് കഴിച്ചിട്ട് എന്റെ സാധനങ്ങൾ എവിടെ, എന്റെ വയറ് നിറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇവനത് വലിയ നിരാശയാവുകയാണ്. കുറച്ചു സമയം അവളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ സമയമാണല്ലോ. മാത്രമല്ല അത്രയും ഇഷ്ടപ്പെട്ട് അവൻ കുക്ക് ചെയ്തതും അവളുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവൻ വന്നപ്പോഴേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവള് വന്ന ഉടനെ അതെടുത്ത് പോകാതിരിക്കാനായിട്ട്. സോ ഇവനും ആ ഒരു ഡ്രസ്സ് എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഇവള് അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയമൊന്നും നിൽക്കുന്നില്ല, താങ്ക്സ് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഷിയാൻ നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അവള് ഇല്ല സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിട്ട് പുറത്തു വന്ന് ഇവൾ ആ ചീഫിനെ തിരിച്ചു വിളിക്കുന്നു. അവരെന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ ആ ഒരു സിറ്റിയിലെ ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോവാണ്. സോ അവിടേക്ക് ഇവളോട് പോവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇവളും താൻ നാളെ തന്നെ പുറപ്പെടാം എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ റുവോ ബാറിലേക്ക് വരുന്ന സമയത്ത് ഗുവാൻ മറ്റൊരു പെണ്ണിനോടൊപ്പം ഡ്രിങ്ക്സ് കഴിക്കുന്നതും വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെയാണ് ഇവള് കാണുന്നത്. ഇവൾക്കത് പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളും അവിടെയുള്ള ഇവളുടെ ഫ്രണ്ട്സിനോടൊപ്പം വന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നു. അപ്പോ ഇവളെ അവിടെ കണ്ട് ഗുവാൻ അങ്ങോട്ടേക്ക് വരുമ്പോ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ല നിനക്ക് ഇദ്ദേഹത്തെ അറിയില്ലേ, ഗുവാൻ ക്യാപിറ്റൽസിന്റെ സിഇഒ ആണ് എന്ന് പറയുമ്പോ റുവോയും ഞാൻ ആ കോൺഫറൻസിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇവളുടെ ഫ്രണ്ട്സ് അധികം കൂട്ടുകൂടാൻ പോകണ്ട, പുള്ളിക്കാരൻ വാ കൊണ്ട് പെണ്ണുങ്ങളെ വശീകരിക്കാൻ നല്ല മിടുക്കന, ചെന്ന് പെടണ്ട എന്ന് പറയുമ്പോ റുവോ അല്ലെങ്കിലും ഇയാൾ എന്റെ ടൈപ്പ് ഒന്നും അല്ല, എനിക്ക് ഈ സ്വീറ്റ് ബോയ്സിനോട് ഒരു താല്പര്യമില്ല, ഹോട്ട് ആയിട്ടുള്ളവരോടാ താല്പര്യം എന്ന് പറഞ്ഞ് ഇവളുടെ ഉള്ളില് ആ ഒരു തീപ്പൊരി കിടക്കുന്നത് കൊണ്ട് തന്നെ ഗുവാനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഗുവാനും ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഇവൻ ഇതിനു മുന്നേയൊക്കെ എല്ലാവരോടും ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടന്ന വ്യക്തി തന്നെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഷോയെ ആ ഒരു ബിസിനസ് ട്രിപ്പിലേക്ക് പോവാനായിട്ട് റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ ഇവള് അന്ന് വാങ്ങിച്ച ആ ഒരു സാധനങ്ങള് എല്ലാം തന്നെ ഇവളിപ്പോ റിട്ടേൺ ചെയ്യുന്നു ആ ഒരു കടയില്. ഇവള് വാങ്ങിച്ചതല്ല ഷിയു ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ്, മാത്രമല്ല അതിന്റെ ഒന്നും ആവശ്യം ഇവൾക്കിപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും എല്ലാം റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഷിയു ആണെങ്കിൽ യുവിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. പുള്ളിക്കാരനെ കുറിച്ച് എങ്ങനെയാ കൂടുതൽ കാര്യങ്ങൾ അറിയാം, നമ്പറുണ്ടായിരുന്നെങ്കിൽ മെസ്സേജ് അയക്കായിരുന്നു എന്നൊക്കെയാണ് ഇവള് ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ ഹോങ് അങ്ങോട്ടേക്ക് വന്ന് നീ ഷോയി ഇവിടെ ഇല്ല എന്ന് കരുതി ഉഴപ്പാ നോക്കല്ലേ, എന്റെ 2 കണ്ണ് നിന്നിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇവള് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് യുവിന്റെ പ്രൊഫൈലാണ്. അപ്പൊ അത് കണ്ട് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, ഇദ്ദേഹത്തിന്റെ വർക്കാണോ നീ ചെയ്യുന്നത്, എന്തായാലും പുള്ളിക്കാരൻ നല്ല പഠിത്തക്കാരനാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഷൂയി
യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം പറയുമ്പോൾ ഇവൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി സ്പോട്ട് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവള് സമയം കളയാതെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ അവിടെ ഒരു ട്യൂഷൻ പോലെയൊക്കെ എടുക്കുന്നുണ്ട്. സോ ഇവള് ആ ഒരു ക്ലാസ് തപ്പി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു ക്ലാസ്സിൽ കയറി ഇപ്പൊ അവനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത് യുവിനെ കാണാൻ വേണ്ടി മാത്രമാണല്ലോ. പക്ഷെ ആ ക്ലാസ് കേട്ട് ഇവൾക്ക് നല്ല ബോറടിച്ച് ഇവൾ അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നു. എല്ലാവരും എഴുന്നേറ്റ് പോയി ഒരുപാട് സമയത്തിന് ശേഷമാണ് ഇവൾ എഴുന്നേൽക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ യു അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇവൾ അങ്ങോട്ടേക്ക് ചെന്ന് ഡയറക്റ്റ് ആയിട്ട് അവന്റെ നമ്പർ ചോദിക്കുന്നു. അപ്പോ ഇവൾക്ക് എന്തിനാ എന്റെ നമ്പർ എന്നൊരു ഡൗട്ടില് നോക്കുമ്പോ, അല്ല അത് പിന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, അത് ചോദിക്കാനാണ് എന്ന് പറയുമ്പോ ഇവൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഇപ്പൊ ചോദിച്ചോ എന്ന് പറയുമ്പോ ഇവൾ ആ ഒരു ക്ലാസ് പോലും കേട്ടിട്ടില്ല, പിന്നെ എന്തിനെ പറ്റി ചോദിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇവള്, അല്ല നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ, അന്ന് ക്ലൗഡ് ഇന്നോവേഷന്റെ കോൺഫറൻസ് മീറ്റിംഗ് ഹാളിൽ വെച്ച് കണ്ടത്, ഞാനൊരു കോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇവൻ, എനിക്ക് ഓർമ്മയുണ്ട്, എന്താ നിനക്കിപ്പോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവൾ, അല്ല ലാസ്റ്റ് ടൈം നിങ്ങളെ കണ്ടപ്പോ എനിക്ക് നിങ്ങളോട് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, എന്റെ കയ്യിൽ നിങ്ങളുടെ വീചാറ്റ് ഐഡി ഇല്ലായിരുന്നു എന്ന് പറയുമ്പോ ഇവൻ, ഓ നീ അപ്പോ എന്റെ വീചാറ്റ് ഐഡി തപ്പിയാണോ ഇങ്ങോട്ട് എത്തിയത് എന്ന് ചോദിക്കുമ്പോ ഇവള്, അല്ല അത് അങ്ങനെയല്ല, ഞാൻ ഫൈനാൻസ് മീഡിയയില് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് പഠിക്കാനാ വന്നത്, എന്റെ ലീഡർ ഷൂയി ആണ് എന്ന് പറയുമ്പോ, ഓ ഷൂയി ആണോ എന്ന് ചോദിക്കുമ്പോ ഇവള്, അതെ ഞാൻ നാളെ തൊട്ട് ഈ ക്ലാസ്സിൽ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവനും വന്നോളാനായിട്ട് പറയുന്നു. ഷൂയിയുടെ ഇന്റേൺ ആണല്ലോ, അതുകൊണ്ട് പക്ഷെ വരുന്നതിന് മുന്നേ തന്നെ അറിയിക്കണം, ഇതുവരെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോട്ട്സ് പ്രിപ്പയർ ആക്കി ഇവൾക്ക് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വീചാറ്റ് ഐഡി ഇവൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോ ഇവിടെ ഷോയി ആണെങ്കിൽ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇവള് റുവോയെ വിളിച്ചിട്ട് ഇന്നലെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്ന സാഹചര്യം പറയുമ്പോ, റുവോ നീ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല, ചുമ്മാ അല്ല ഷിയ നിന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഷൂയി, ഞാനിപ്പോ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോ, നീ ഇപ്പോ ബിസിനസ് ട്രിപ്പിലല്ലേ, ആ ഒരു മൊമെന്റ്സ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യ്, ആ ഫോട്ടോസ് ഒക്കെ കാണുമ്പോ ഷിയ നിന്നെ കോണ്ടാക്ട് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് പറയുമ്പോ ഇവളും ഓക്കെ പറഞ്ഞിട്ട് ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതിനുശേഷം ഇവരിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഷോയി ഒരു ഡ്രസ്സ് റിട്ടേൺ ചെയ്തിരുന്നല്ലോ, അന്ന് അതിന്റെ പേയ്മെന്റ് ഷിയാന്റെ കാർഡ് വഴി പിൻവലിച്ചത് കൊണ്ട് തന്നെ ഇപ്പോ അതിന്റെ പേയ്മെന്റ് തിരിച്ചു വരുന്നതും ഇവന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. സോ ഷിയാൻ ഷോയിയോട്, നീ വാങ്ങിച്ച സാധനങ്ങൾ എന്തെങ്കിലും റിട്ടേൺ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. സോ അവൻ ആ ഒരു മെസ്സേജ് കാണിക്കുമ്പോ, ഓ ഇത് ഷോയി ചെയ്തതാണെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോ ഷിയാൻ, ഷോയിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളും, അതെ അന്ന് ഞാൻ പുള്ളിക്കാരെ ഒരുപാട് തെറ്റിദ്ധരിച്ചതല്ലേ, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, ആ രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തതാണ്, പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ എന്തിനാ ഇത് റിട്ടേൺ ചെയ്തതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ജോലി വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ കോള് വരുന്നു, ഇന്ന് ബിസിനസ് ട്രിപ്പിന് പോകുന്നു, അതുപോലെ തന്നെ ഔട്ട്ലൈൻ തയ്യാറാക്കണം, ഇന്റർവ്യൂ എടുക്കണം, അത് വീണ്ടും അനലൈസ് ചെയ്യണം, ആർട്ടിക്കിൾ തയ്യാറാക്കണം, ഇതുപോലുള്ള ബിസിനസ് ട്രിപ്പുകൾ വന്നാൽ ഒന്നും നോക്കാതെ ചാടി കയറി പോവുകയും വേണം, വല്ലാത്ത കഷ്ടപ്പാട് തന്നെയാണ് എന്ന് പറയുമ്പോഴാണല്ലോ ഇവൻ ആ ഒരു കാര്യം അറിയുന്നത് ഷൂയി നാട്ടിൽ ഇല്ല എന്ന്. ഷൂയി ആണെങ്കിൽ ഇവനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല, അതുകൊണ്ട് തന്നെ ഇവൻ കുറച്ചൊന്ന് ഡൗൺ ആവുന്നുണ്ട്. അതിനുശേഷം ഇവര് രണ്ടുപേരും അവരവരുടെ ജോലികളിൽ ഫോക്കസ് ചെയ്യാണ്. ഷൂയി ഇടയ്ക്കൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ ഷിയാനും കാണുന്നുണ്ട്, പക്ഷെ ഇവള് പ്രതീക്ഷിക്കുന്നത് പോലെ അതിന് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളും ഫോണും പിടിച്ച് അതും കാത്തിരിക്കുകയാണ്. ഇയാളുടെ ഫോണിൽ എന്തെങ്കിലും പറ്റിയോ, ഒന്ന് വിളിച്ച് അന്വേഷിച്ചൂടെ, ഞാൻ എത്ര ഫോട്ടോ ഷെയർ ചെയ്യുന്നു, ഒരു ലൈക്കും ഇല്ല, കമന്റും ഇല്ല, മെസ്സേജും ഇല്ല എന്നൊക്കെ ഇവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ റുവോ ഷോയി പോലുള്ള അതേ സിറ്റിയിലേക്ക് ഇവളെ താമസിക്കുന്ന ആ ഒരു ഹോട്ടലും അതേപോലെ തന്നെ റൂം നമ്പറൊക്കെ ചോദിച്ച് എത്തിയിരിക്കുകയാണ്. അത് കണ്ട് ഷൂയി, അല്ല നീ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോ അതെന്റെ കൊളീഗിനൂടെ വന്നതാണെന്ന് ഇവള് പറയുന്നു. പക്ഷെ ഷൂയിക്ക് അത് അത്ര വിശ്വാസം വരുന്നില്ല, കാരണം ഇവൾക്ക് നാട്ടില് അത്രയും വർക്ക് കിടക്കുമ്പോ ഇവള് ചുമ്മാ ഇങ്ങോട്ട് വരില്ലെന്ന് ഇവൾക്കറിയാം. സോ എന്താ പറ്റിയത് എന്ന് ഇവളോട് ചോദിക്കുമ്പോ റുവോ, എനിക്കൊന്നും പറ്റിയില്ല, എന്നും പണിയെടുക്കല്ലേ, കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കാന്ന് കരുതി വന്നതാണ് എന്ന് പറയുമ്പോ ഷൂയി, നിനക്ക് ആരെങ്കിലും സെറ്റ് ആക്കിക്കൂടെ, ഒരു സീരിയസ് റിലേഷൻഷിപ്പിലൊക്കെ ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോ ഇവള്, സീരിയസ് റിലേഷൻഷിപ്പിലായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആരും ഈ കാലത്ത് സിൻസിയർ അല്ല, ആരെയും വിശ്വസിക്കാനും പറ്റില്ല, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്, അല്ല ഷിയാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നു. സത്യത്തില് റുവോ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഗുവാനോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ്. അപ്പൊ ഷൂയും, ഇല്ല ഷിയാൻ മറുപടി ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുന്നു. പക്ഷെ റുവോയ്ക്ക് തീരെ ഉറക്കം വരുന്നില്ല. അപ്പോ ഗുവാനും ഇവളെ വിളിച്ചിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ കണ്ടാലോ എന്ന് ചോദിക്കുമ്പോ ഇവള്, ഞാൻ നാട്ടിലില്ല, പുറത്താണ് എന്ന് പറയുന്നു. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം അറിയുന്നത്. എന്നാ തിരിച്ചെത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൾ അറിയില്ല, എന്റെ ഫ്രണ്ട് ഉറങ്ങാനോ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു.
ഇവന് നല്ല ദേഷ്യം വരികയാണ്. അവൻ മറ്റു പെണ്ണുങ്ങളോടൊക്കെ കൊഞ്ചിക്കൊഴയുന്നത് ഇവള് കണ്ടതാണല്ലോ. അതുപോലെ തന്നെ ഇവളുടെ ഫ്രണ്ട്സും പറഞ്ഞു കൊടുത്തത് ഇവൻ നല്ല ഒരു പ്ലേ ബോയ് ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവൻ ഒരു സീരിയസ് ആയിട്ടാണോ നിൽക്കുന്നത് അതോ ഫേക്ക് ആയിട്ടാണോ നിൽക്കുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ഡിസ്റ്റൻസ് ഇപ്പൊ ഇടുന്നത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ പുറത്തു നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂയും പെട്ടെന്ന് തന്നെ അത് കണ്ട് റുവോയെ വിളിച്ചു കാണിക്കുന്നു. എന്നിട്ട് അതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ഷിയാനും കണ്ട് നീ അവിടെ അടിച്ചു പൊളിക്കാണല്ലേ എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ഗുവാന്റെ ഫാദർ ഇവനിപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. സോ അങ്ങോട്ടേക്ക് വന്ന് കുറച്ചു സമയം ഷിയാൻ ഫോണിൽ എന്താണ് നോക്കുന്നത് എന്ന് പുറകിലൂടെ നോക്കുന്നുണ്ട്. ഏതെങ്കിലും പെൺകുട്ടിയോട് മെസ്സേജ് അയക്കാണോ എന്ന്. സോ അദ്ദേഹം കാണുന്നുണ്ട് ഇവൻ ഷൂയിയുടെ പോസ്റ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇവനോട് അന്ന് അതെന്റെ ഫാം ഹൗസിൽ വന്ന പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവനും അതേന്ന് കുറച്ച് നാടിച്ചു പറയുന്നു. അപ്പോ ഇദ്ദേഹം ആ പെൺകുട്ടിയല്ലേ നിന്റെ ആർട്ടിക്കിൾ എഴുതിയത്, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആ പെങ്കൊച്ച് ഒരു എങ്ങല്ലേ, പക്ഷെ അവളുടെ എഴുത്തിന്റെ ശൈലി കണ്ടാല് അങ്ങനെ പറയുകയില്ല. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ എഴുതുന്ന പോലെയാണ് എന്ന് പറയുമ്പോ ഇവനും ശരിയാണ് എന്ന് പറയുന്ന സമയത്ത് അല്ല നിനക്ക് ഈ മീഡിയക്കാര് വലിയ പുച്ഛായിരുന്നല്ലോ, നീ അടുപ്പിക്കാത്ത ടീം അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതിപ്പോ ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ, സോ മീഡിയ എനിക്ക് എന്തായാലും ആവശ്യമാണ്. അത് മാത്രല്ല മനുഷ്യനല്ലേ എന്നും ഒരുപോലെ ഇരിക്കോ എന്ന് ചോദിക്കുമ്പോ അങ്കിള് എന്തായാലും എനിക്ക് ആ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കണം, നിന്റെ മൈൻഡ് മാറ്റിയ പെൺകുട്ടിയല്ലേ, സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുമ്പോ ഇവനും ഓക്കെ പറയുന്നു. അപ്പൊ ഇവിടെ ഇവര് രണ്ടുപേരും ആ ഒരു സ്നോയില് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല പോസിലും ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഇവനും കാണുന്നുണ്ട്. അത് കാണുമ്പോ ഇവൾക്കിനി തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള പ്ലാനൊന്നും ഇല്ലെന്നാ തോന്നുന്നത് എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. എന്നിട്ട് ഉടനെ തന്നെ അവൾക്ക് മെസ്സേജ് അയച്ച് നീ എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്കും അത് കണ്ട് വളരെ സന്തോഷമാവുന്നു അവൻ ആ മെസ്സേജ് അയച്ചത് കൊണ്ട് തന്നെ. പക്ഷേ റുവോ നീ ഇപ്പൊ പെട്ടെന്ന് റിപ്ലൈ എടുക്കാൻ പോകണ്ട, കുറച്ച് ലേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുത്താൽ മതി, പുള്ളി ഇനിയും കോണ്ടാക്ട് ചെയ്യുമെന്ന് നോക്കാലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഷൂ ഇയാളെ നിനക്ക് അറിയില്ല, ഞാനിപ്പോ എത്ര പോസ്റ്റ് ഇട്ടിട്ടാ ഇതെങ്കിലും ഇയാളിപ്പോ ഒന്ന് ചോദിച്ചത്, ഇനിയും വെച്ചോണ്ടിരുന്നാല് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങോട്ട് ഇടുന്നു എന്തിനാണ് എന്നൊരു രീതിയില്. അപ്പോ ഷിയാനും അങ്കിളിന് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് എന്ന് പറയുമ്പോ ഇവൾക്ക് ആദ്യം അത് ആരാണ് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നീടാണ് അത് ഗുവാന്റെ ഫാദർ ആയിട്ടുള്ള ഗുവാൻ ചെൻ ആണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. സോ ഇവള് തന്നെ എന്തിനാ അദ്ദേഹം അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നീ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോ ഇവള് ഭയങ്കര സർപ്രൈസ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ആ ഒരു സന്തോഷം ഇവൻ ഒരുപാട് സ്റ്റിക്കർ അയച്ച് അറിയിക്കുന്നു. അപ്പോ ഷിയാനും ഇവളോട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറയുമ്പോ ഇവളും ഞാൻ ഉടനെ തന്നെ നാട്ടിലോട്ട് എത്തും എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് തന്നെ ഇവള് ബുക്ക് ചെയ്യുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഇന്റർവ്യൂ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് അതിനുവേണ്ട ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് പിറ്റേന്ന് തന്നെ ഇവളിപ്പോ നാട്ടില് എത്തിയിരിക്കുകയാണ്. ഇവൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ആ അങ്കിളുമായിട്ടുള്ള ഇന്റർവ്യൂവിന് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഷിയാനെ മെസ്സേജ് അയച്ച് ഞാൻ തിരിച്ചെത്തി, അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ കാണാം എന്ന് പറഞ്ഞ് അയക്കുന്നു. അപ്പോ ഈ അങ്കിളിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ സമയമില്ലാത്ത സമയത്ത് ഇവിടെ വന്നേക്കുന്നത് ഷൂയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന്. എന്നാൽ ഇവിടെ ഷൂയി വന്നോണ്ടിരിക്കുന്ന ആ ഒരു കാറ് പെട്ടെന്ന് ഓഫായിട്ട് ബാക്കിൽ നിന്നുള്ള വണ്ടി വന്ന് ഇടിച്ച് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ഇവിടെ എത്താനും ലേറ്റ് ആവുന്നു. ഇവര് രണ്ടുപേരും അവളെ ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. സോ ഷിയാൻ അവളെ കാണാത്തത് കൊണ്ട് പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ ഇവളും ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഞാനിപ്പോ തന്നെ എത്തിക്കോളാം എന്ന് പറയുമ്പോ അവിടെ നടക്കുന്ന ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഇവനും കേൾക്കുന്നുണ്ട്. നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോ ഇവളും ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ ഷിയാൻ നീ അവിടെ നിൽക്കാൻ ഞാൻ ഡ്രൈവറെ പറഞ്ഞുവിടാം എന്ന് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഷിയാന്റെ വണ്ടിയും അങ്ങോട്ടേക്ക് എത്തുമ്പോ ഇവള് വിചാരിക്കുന്നത് ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഷിയാനും അതിലുണ്ടായിരുന്നു. അപ്പോ ഷോയി പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തയ്യാറാവുന്നില്ല. ഇവള് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു ഇലക്ട്രിക് കാർ ബാറ്ററി മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ച ആക്സിഡന്റ് ആണ് ഇതെന്നാണ് ഡ്രൈവർ പറയുന്നത്. സോ അത് കൺഫേം ചെയ്യാനായിട്ടാണ് പോലീസിനെ വിളിച്ചത്. ആ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഷൻലാൻ കമ്പനിയുടേതാണ്. അവരിപ്പോ വളരെ ഡെവലപ്ഡ് ആയ ഒരു കമ്പനിയാണ്. പക്ഷെ ആ ഉയർച്ച ഇങ്ങനെ ആളുകളെ പറ്റിച്ചാവണോ, അങ്ങനത്തെ കുറച്ച് ന്യൂസ് പറഞ്ഞത് കൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. സോ ഈ ഡീറ്റെയിൽസ് എനിക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഷിയാനും ഓൾറെഡി ആ കമ്പനിയെ പറ്റി അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവനും അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവര് പോലീസിനോട് ചെന്ന് ഇതിനു മുന്നേ ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, പക്ഷെ ചില കേസുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് കൺഫേം ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റൂ. അല്ല നിങ്ങൾ അതിലുണ്ടായിരുന്ന പാസഞ്ചർ അല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പൊക്കോ എന്ന് പറയുമ്പോൾ ഇവളുടെ സമയം ഓൾറെഡി ലേറ്റ് ആയല്ലോ.
അതുകൊണ്ട് തന്നെ ഇവള് മറ്റേ കാറിൽ നിന്ന് പെട്ടിയെടുത്ത് ഇവനെ ഏൽപ്പിച്ചിട്ട് ഓടി ഇവന്റെ കാറിലേക്ക് കയറുന്നു. ഷിയാനോട് ആദ്യമായിട്ടാണ് ഒരാള് ഇങ്ങനെ ആജ്ഞാപിക്കുന്നത്. അത് ഷൂയി ആയതുകൊണ്ട് തന്നെ ഇവനും ആ ഒരു പെട്ടിയൊക്കെ എടുക്കുന്നു. അപ്പൊ ഇവിടെ ചീഫിനോട് യൂലിംഗ് വന്നിട്ട് അവിടുത്തെ 3 വലിയ ബാങ്കുകളിലെ വൈസ് പ്രസിഡന്റുമാരുമായിട്ട് ഇവൾക്ക് ഒരു ഇന്റർവ്യൂ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് തന്നെ ഈ മാസത്തെ ഫ്രണ്ട് പേജ് ഒഴിച്ചിടണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം പബ്ലിസിറ്റി ഉള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരും ഓക്കെ പറയുന്നു. അതിനുശേഷം ഷൂയിയും ഇവർക്ക് മെസ്സേജ് അയച്ച്, മാഡം ഇന്ന് ഞാൻ ഓഫീസിലേക്ക് എത്തില്ല, മിസ്റ്റർ ഗുവാൻ ചെന്നുമായിട്ട് എനിക്കൊരു ഇന്റർവ്യൂ സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവരത് കേട്ട് ഒന്ന് ഞെട്ടുന്നു. എന്തായാലും പോയിട്ട് വാ എന്ന് അവളോട് പറയുന്നു. എന്നിട്ട് ഇവര് ഉടനെ തന്നെ ആ ഒരു അങ്കിളിനെ വിളിക്കാണ്. കാരണം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഇവര് മാരീഡ് ഒന്നുമല്ല. ഗുവാന്റെ ഫാദർ ഡിവോഴ്സ്ഡ് ആണ്. സോ ഇവര് വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലാണ്. പക്ഷെ അതിനെപ്പറ്റി പുറത്ത് മറ്റാർക്കും അറിയില്ല. എന്നാൽ ഇവരോട് ഇപ്പോ പറയാതെയാണല്ലോ ഷൂയിക്ക് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. സോ അതിനെപ്പറ്റി ഇവര് ചോദിക്കുമ്പോ ഇദ്ദേഹം തന്റെ ഒരു അനന്തരവും വഴി കൊടുത്തതാണ്, എന്നോട് ചോദിക്കാൻ പറ്റിയില്ല. ആ പെൺകുട്ടിയുടെ എഴുത്ത് കണ്ടാല് ആർക്കാ കൊടുക്കാൻ തോന്നാത്തത് എന്ന് ചോദിക്കുമ്പോ ഇവർക്ക് ഓൾറെഡി തന്നെ ഷൂയെ ഇഷ്ടം ആണല്ലോ. ആ ഒരു കാര്യം അദ്ദേഹം ഇവരോട് പറഞ്ഞില്ലായിരുന്നല്ലോ. സോ അത് സത്യമാണോ അല്ലോ എന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഫോൺ വെക്കുന്നു. അപ്പോഴേക്കും ഇവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോ ഷൂയി ഇദ്ദേഹത്തെ സാർ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്കിള് ഇവളോട് ഷിയാൻ വിളിക്കുന്നത് പോലെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി, സാർ എന്നൊന്നും വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അവളും ഓക്കെ പറയുന്നു. അതിനുശേഷം ഇവരുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷിയാനും പുറത്തേക്ക് മാറി കൊടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒരുപാട് വർഷങ്ങളായിട്ട് ഇദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം ആർക്കും തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഇന്റർവ്യൂ കുറച്ച് മണിക്കൂറുകൾ എടുത്ത് നടക്കുന്നു. അതിനുശേഷം ഷിയാനും വന്നിട്ട് ഇത്രയൊക്കെ മതി, ഫുഡ് കഴിക്കാൻ സമയമായി എന്ന് പറയുമ്പോൾ ഷൂയി അങ്കിൾ ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം തന്നതിന് നന്ദി. ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇതിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ആക്കി അയക്കാം, നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവള് പോവാൻ തുടങ്ങുമ്പോ അങ്കിള് എല്ലാം പറ്റില്ല, നീയും ഫുഡ് കഴിക്കാൻ വരണം, ഇവിടെ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. സോ ഇവരിപ്പോ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കാണ്. അങ്കിള് ആ ഒരു സമയത്ത് ഇവരെ കൂടുതൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നിനക്ക് എത്ര വയസ്സായി, ഷിയാനും നീ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമാണല്ലേ എന്ന രീതിയിലൊക്കെ. മാത്രമല്ല ടൈം കിട്ടുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ ക്ലബിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഷിയാനെ കുറിച്ചും അതുപോലെ തന്നെ ഇവൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളും ബ്രദറിൻലോയ്ക്ക് ഫാമിലി ബിസിനസ് കൈമാറിയതിനെ പറ്റിയും ഷിയാന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ തന്നെ അദ്ദേഹം ഇവളോട് ഷെയർ ചെയ്യുന്നു. ഇവള് ഒരുപാട് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നല്ലോ ഷിയാൻ ഒറ്റയ്ക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റി. സോ അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും എല്ലാം തന്നെ ഈ അങ്കിൾ തന്നെ ഇപ്പൊ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇവര് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോ ഇവളോട് ഷിയാൻ കാറിൽ കയറാൻ പറയുന്നു. പക്ഷെ ഇവള് ഇപ്പോ നല്ല കാലാവസ്ഥയല്ലേ, നമുക്ക് നടന്നാലോ, ഒരു എക്സസൈസും ആവും എന്ന് പറയുമ്പോ ഷിയാൻ ഇവളുടെ പൊട്ടത്തരത്തോടെ സമ്മതിക്കുന്നില്ല. കാരണം ഒരുപാട് കിലോമീറ്ററുകളുണ്ട്. ഇതെന്റെ പൊട്ടത്തരമാണെങ്കിൽ ഞാനൊരു പോയം പാടാം എന്ന് പറഞ്ഞിട്ട് ഇവള് ഞാൻ ഈ സിറ്റി വിട്ട് ഒരുപാട് ദൂരെ ആണെങ്കിൽ അത് ഷിയാന് അവിടെയുള്ള മഞ്ഞുതുള്ളിയോട് പോലും അസൂയ തോന്നും എന്ന രീതിയിൽ പാടുമ്പോ ഇവനൊന്നും മിണ്ടുന്നില്ല. സോ ഇവള് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോ ഷിയാൻ ഇല്ല നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുമ്പോ ഇവളും ഹാപ്പി ആവുന്നു. എന്നിട്ട് ഇനിയും എന്റെ കയ്യിൽ ഒരുപാട് പോയംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് ഇനിയും ഇവനുമായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ അത് ഇവന് പിടിക്കുന്നില്ല. സോ ഷിയാൻ അവളോട് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവൻ തിരിച്ചു പോകാൻ തുടങ്ങുന്നു. അപ്പൊ ഷൂയി പിറകെ ചെന്ന് അവനെ തടഞ്ഞിട്ട് ഓക്കെ ശരി കുഴപ്പമില്ല, നിങ്ങളെ തരണ്ട, എന്ത് ചെയ്യാനാ, ഞാൻ ഈ ഇന്റർവ്യൂ പ്ലാനിങ് നടത്തി ടൈപ്പ് ചെയ്ത് എന്റെ കൈ പോകുന്നല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല, എനിക്കത് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവള് സങ്കടപ്പെടുമ്പോ ഇവനും അത് കണ്ട് ശരി നിനക്ക് ഞാനോട്ടുള്ള ഫ്യൂച്ചർ ഇന്റർവ്യൂ തരാം, പക്ഷേ 2 കണ്ടീഷൻ, നീ എന്നെ പറ്റിയും എന്റെ കമ്പനിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്റെ പ്രോജക്റ്റിനെ പറ്റിയും പ്ലാനുകളെ പറ്റിയും ഐഡിയയെ പറ്റിയും എല്ലാം. 2 നീ തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോ ഇവളുടെ ജോലി പോലും കളഞ്ഞിട്ട് അവന്റെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം എന്ന രീതിയിലാണല്ലോ ഇവൻ പറയുന്നത്. എങ്കിൽ പോലും ഇവൾക്ക് ആ ഒരു ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ശരി ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോ ഇവനും ഓക്കെ പറഞ്ഞിട്ട് ഇവളോട് ഡ്രൈവർ ഡ്രോപ്പ് ചെയ്യും, തനിക്കൂടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഷൂയി അവിടെ നിന്ന് പോയതിനു ശേഷം അവൾക്ക് എന്തായാലും എന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, അവളെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാം എന്ന് ഇവൻ തീരുമാനിക്കുന്നു. ഇവൻ അവളെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അവളുടെ ആ ഒരു ഇഷ്ടം എത്രത്തോളം സീരിയസ് ആണ് എന്ന കാര്യങ്ങളൊന്നും ഇവനും അറിയില്ല. അതുപോലെ തന്നെ ഇവൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം ഷൂയിക്കും അറിയില്ല. സോ കൂടുതൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം എന്നാണ് ഇവനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ റുവോ അവള് ഷൂയിയോടൊപ്പം ആ ഒരു സിറ്റിന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് തിരിക്കുന്നത്. സോ ഇവൾ ആ സിറ്റി വിടുകയാണ് എന്ന് ഗുവാനോട് പറയാൻ വേണ്ടിയിട്ട് ഇവൾ ആ ഒരു പോസ്റ്റ് ഇടാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഒന്ന് ആലോചിക്കുന്നുണ്ട് വേണോ വേണ്ടയോ എന്ന്. അത് ഗുവാനെ കാണിക്കാൻ വേണ്ടി ഇടുന്ന പോലെ അവന് ഫീൽ ആവോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവൾ എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു. സോ ഇവള് തിരിച്ച് നാട്ടിലെത്തുമ്പോ
ആരും ഇവളെ കൂട്ടാൻ കാണില്ല എന്നാണ് ഇവള് വിചാരിക്കുന്നത്. പക്ഷേ ഗുവാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവൾക്കും അവനെ കണ്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ അവര് തമ്മിൽ ഇതുവരെയും ഒരു റിയൽ കണക്ഷൻ വന്നിട്ടില്ലല്ലോ. ഉള്ളിൽ ഉണ്ട് എങ്കിൽ പോലും സോ അതിന്റേതായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഒരുപാട് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്, ഞാൻ നിന്നെ മിസ് ചെയ്തു എന്ന് പറയുമ്പോ ഇവളും അതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പെട്ടി അവനെ ഏൽപ്പിച്ചിട്ട് അവനോടൊപ്പം തന്നെ പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഇവിടെ ആ ഒരു ഷെൻലാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചർച്ച നടക്കുന്നത്. ഈ അങ്കിൾമാരുടെ ഭാഗത്തു നിന്ന് നല്ല പ്രഷർ ഉണ്ട്. എത്രയും പെട്ടെന്ന് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഇവർക്ക് വലിയ ലാഭമായിരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഷിയാൻ അറിയാലോ ആ ഒരു കമ്പനി ബാറ്ററി യൂസ് ചെയ്ത് അടുത്തിടെ ഒരുപാട് അപകടങ്ങൾ നടന്നതായിട്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിയല്ല. ലാഭം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സൊസൈറ്റിക്ക് ദോഷകരമായി ബാധിക്കുന്ന തരത്തിലാണ് ആ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ അതൊന്നും ഒരുപാട് കാലം നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് ഷിയാൻ തീർത്തു പറയുന്നു. ഷിയാന്റെ തീരുമാനത്തോടൊപ്പം തന്നെയാണ് ഇവര് രണ്ടുപേരും ഉള്ളത്. ആ ഒരു മീറ്റിംഗില് ഷിയാൻ ആ ഒരു കമ്പനിയുടെ ബാറ്ററി യൂസ് ചെയ്ത് ഒരുപാട് അപകടങ്ങൾ പറ്റി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരോട് പറയുന്നു ഇവൻ ഇതുവരെ ശേഖരിച്ചിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇവരെ കാണിക്കുന്നു. ഈ വർഷം തന്നെ ഒരുപാട് അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇവർക്കറിയാം ആ ഒരു കമ്പനി അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം അവരുടെ ബിസിനസ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന്. സോ ഇതിനെ പറ്റി നല്ലൊരു റിസർച്ച് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷിയാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവൻ ആ ഒരു കമ്പനിയിലോട്ട് നേരിട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.